മന്ത്രം ഇത് കളസരം പഠിപ്പിക്കാണ്. ആദ്യത്തെ പാത രണ്ടാമത്തെ പാത കേട്ടത് തയ്യരുത് എന്തത് അയാൾക്ക് പ്രാന്താണ് മുഴുവൻ ശാപം ഗുരു വെക്കാനൊന്നും പറയാൻ പറ്റില്ല. ശാപം പൂളും പാറ കേസാണ്. ദേ വരുന്നു പ്രാന്ത് പ്രാന്ത വരുന്നത് പ്രാന്ത വരുന്നത് ഒറ്റക്കാലിലേക്കണ പൊക്കാണ്. ചിക്കനും മട്ടക്കറി അടിച്ച് ഏമ്പക്കം വീടുക. മനുഷ്യരാണ് രാവിലെ ഒന്നും കഴിക്കാനായിട്ട് ബീഡിയും വലിച്ചിരിക്കുക. വിദ്യാർത്ഥികളെ ആദ്യം നില പരിശോധിക്കാം. സുപ്രസ്വാമികൾ അഹങ്കാരം വേണ്ട. ശാസ്ത്രൻ സ്വാമികൾ ചണ്ടാലനേക്ക് കണ്ടാലോ ഗുരുവിനെ നിന്ദിക്കരുത്. വന്ദിക്കാൻ പഠിക്കൂ നീ. എനിക്കിവിടെ വിശന്നിട്ട് വല്ല കഴിക്കാനാണ്. എനിക്ക് എപ്പോഴും ഒടുക്കത്തെ വിശപ്പാണല്ലോ. പിന്നെ വിദ്യാർത്ഥികളെ, ഞാൻ ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ. നാളെ ഞാൻ മറന്നുപോകും. ഗുരു ഈയൊരു സംശയമുണ്ട്. ചോദിച്ചോളൂ. ഗുരു, ഈ സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്യാസി എന്ന് പറഞ്ഞാൽ സന്യായേ സന്യാസി കഴിഞ്ഞു എന്താണ് സന്യാസി. പിന്നെ പ്രോപ്പറായി സന്യാസിയാണെങ്കിൽ എന്റെ പോലെ താടിയും മുടിയും നീട്ടി വളർത്തണം. അതെ, ഒരു പ്രാന്തന്റെ പോലെ മുടി ഇങ്ങനെ നീട്ടി വളർത്തി കുളിക്കാണ്ട് ഇങ്ങനെ വളർത്തുക. കണ്ടാ ഞാൻ നിന്നെ ശപിക്കും. എന്റെ സ്വഭാവം ഇടിച്ചിട്ട്. വിദ്യാർത്ഥികളെ, നമുക്ക് ശാന്തി തേടിയുള്ള യാത്ര പോകാം. എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു ചണ്ടാളോ, നിനക്ക് ഈ തീറ്റ നിർത്തണം. ഈ തിന്ന് നിന്റെ ദേഹത്ത് ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ ശാന്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങളുടെ അമ്മയമ്മേ. ശാസ്ത്രസ്വാമി, സുപ്രസ്വാമി, കുറച്ചു നേരം നിങ്ങൾ കണ്ണും ചെയ്യും അടച്ചിരിക്കൂ. ഞാൻ ചണ്ടാളിനെ കൊട്ടി ജ്ഞാനോപദേശം കൊടുക്കാം. തെറ്റാണ്. അച്ഛനെ ചപ്പക്കുറ്റി പൊടിക്കുന്നത്. അമ്പലപ്പറമ്പിലെ പോക്കറ്റടിക്കാൻ തുപ്പകം ചോദിച്ചാൽ മതി. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ചവിട്ടിന് പൊടിനെ പൊട്ടി കിടക്കും. ഈ മുടിയും താഴേക്ക് വന്ന് ഞാൻ ജീവിച്ചു പോക്കട്ടെ. ജീവിക്കാൻ സമയത്ത് കെട്ടിക്കൊണ്ട് സ്വാമിമാരെ, നിങ്ങൾ കണ്ണു തുറന്നോളൂ. ചണ്ടാള സ്വാമികൾക്ക് ഞാൻ നല്ല ജ്ഞാനോപദേശം കൊടുത്തു. എന്താണ് അങ്ങ് ചണ്ടാളൻ എന്താണാവോ കൊടുത്തത്? തോന്നി വാശായ വായ തോന്നിയാഹ മന്ത്രം. ചണ്ടാളോ, ഇനി ജ്ഞാനോ വേണോ? നമ്മുടെ ചെവി കരിഞ്ഞു പോയി. എന്നാ വരൂ, നമുക്ക് യാത്ര പോകാം. യാത്രയോ? യാത്രയും വേണ്ട. അത് പഴയ പറഞ്ഞു. നമുക്ക് പഴശ്ശിയാരെയാണോ പോകുന്നത്? എന്താണ് ഈ കേൾക്കുന്നത്? സിനിമയോ? സിനിമ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി കേട്ടില്ല? ആരാണ് ഈ മമ്മൂട്ടി? ആരാണ് മോഹൻലാൽ? വലിയ പ്രൊജക്ടറിൽ ഇങ്ങനെ പിള്ളേരാകെ രസിച്ചു. ഇവിടെ സിനിമ എന്നൊന്നും ആർക്കും പറയാൻ പാടില്ല. അതുകൊണ്ട് വാ മോനെ സിനിമ. നീ എങ്ങനെ ബാറ്റ് കലക്കിയിരിക്കുന്നു? ക്ഷമിച്ചു. ഇനി എല്ലാവരും രണ്ട് കല്ലുകൾ ചെയ്തെടുക്കുക. എന്തൊരു കഷ്ടം. വിശക്കണ നേരത്തെ കല്ലെടുത്തിരുന്ന് കാക്കേറിയല്ല. ഞാനും വേണോ? വേഗം കല്ലെടുത്തോ. വലിയ കല്ല് കേട്ടാ വന്നേക്കണ. രണ്ട് ചെറിയ കല്ലെടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? രണ്ട് കല്ലുകളാണ്.
വിശന്ന് വലഞ്ഞിരിക്കുകയല്ലേ? അതിനാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള ഭക്ഷണമാകട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിരിക്കുന്നു. ഇത് എന്ത് രണ്ട് ചെറിയ ലഡു പോലത്തെ സാധനം കണ്ടാലോ? ഇനിയെങ്കിലും നീ ഗുരു പറഞ്ഞനുസരിക്കുന്നു. നീ ഒരു കുരുത്തം കെട്ടവനാണ്. അപ്പോൾ നിങ്ങൾ സന്യാസ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾ അവൻ ഇല്ല തവന് കൊടുക്കണം. അത് ഞങ്ങള് 3 പേരുണ്ടല്ലോ. ആ ആരിന്റെ ചോട്ടിന്റെ